Good morning all. ഞാൻ Ramakrishnan T B, MD and CEO ഓഫ് Sharewealth Securities Limited ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ് ബെറ്റർ ആണ്. ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഇന്ന് അവധിയാണ്. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റുകളും മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബെറ്റർ ആയിട്ടാണ്. ജപ്പാനിൽ കഴിഞ്ഞ 2 ദിവസം സെൽ ഓഫിന് ശേഷം ഇന്ന് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് കാണുന്നത്. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ടെക്നോളജി അതുപോലെ തന്നെ ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ചിപ്പ് റിലേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റാലിയാണ്. NVIDA ഇന്നലെ 26% ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ AMD 11% ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തു. മൈക്രോൺ 5% ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, മെറ്റ, ടെസ്ല ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തത്. ജനറൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ടെക്നോളജി റാലിയാണ് എന്നുള്ള ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എനർജി സ്റ്റോക്കുകളിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ഡൗ ജോൺസ് 35 പോയിന്റ് ഡൗൺ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എനർജി സ്റ്റോക്സിലെ സെൽ ഓഫാണ് ഇതിന് കാരണം. S&P 500 പക്ഷേ 36 പോയിന്റ് ബെറ്ററായിട്ടും നാസ്ഡാക്ക് 214 പോയിന്റ് ബെറ്ററായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്പ് ഒരു മിക്സഡ് ട്രെൻഡായിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് $1944 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന ഏകദേശം $1944 പെർ ഔൺസിനാണ്. ഗോൾഡ് അതിൻ്റെ 100-ഡേ മൂവിങ് ആവറേജിനടുത്താണ്. 100-ഡേ മൂവിങ് ആവറേജ് $1939 പെർ ഔൺസ് ആണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ $1900 പെർ ഔൺസിലേക്കൊക്കെ താഴെ വന്നേക്കാം. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. റഷ്യയുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. ഒപ്പക്ക് ഫർദർ പ്രൊഡക്ഷൻ കട്ടൊന്നും കൊണ്ടുവരില്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ പോയിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത് 76 ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും വീക്കായിട്ട് തന്നെയാണ്. $75.88 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. US മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ US GDP Q1 GDP റിവൈസ് ചെയ്തിട്ടുണ്ട്. 1.3% ആയിട്ട് റിവൈസ് ചെയ്തത്. ഇത് അപ്വേർഡ് റിവിഷനാണ്. എക്സ്പെക്ട് ചെയ്തിരുന്നത് 1.1% ആയിരുന്നു. അതോടൊപ്പം തന്നെ US വീക്കിലി ജോബ്ലെസ് ക്ലെയിമും ബിലോ എക്സ്പെക്റ്റേഷനാണ്. ഈ 2 ഡാറ്റയും സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ US ഫെഡ് ജൂൺ 13-14 നടത്തുന്ന മീറ്റിംഗിൽ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുത്തുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറും കൂടിയാണ് ഗോൾഡിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ ജർമ്മൻ എക്കണോമിക് ഡാറ്റ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഒഫീഷ്യലി റിസഷനിലേക്ക് കടന്നു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് 2022 Q4 ജർമ്മനി -0.5% GDP ഗ്രോത്ത് ഉണ്ടായിരുന്നത്. Q1 ഈ വർഷം GDP ഗ്രോത്ത് അനൗൺസ് ചെയ്തിട്ട് -0.3% ആണ്. അപ്പോൾ എക്കണോമിക് കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 ക്വാർട്ടറുകൾ എക്കണോമിക് കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പോവുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് താഴെ പോവുകയാണെങ്കിൽ അതിനൊരു ആ കൺട്രി റിസഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇപ്പോൾ റിസഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജർമ്മൻ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒഫീഷ്യലി തിയററ്റിക്കലി ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റിക്കവർ ചെയ്യാനാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ ചാൻസസ് കൂടുതൽ. കാരണം റിസഷനിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള മെഷേഴ്സും കൊണ്ടുവരാം. ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പാസ് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ വീക്കായിട്ട് ഓപ്പൺ ചെയ്ത് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. F&O റോൾ ഓവർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ലോങ് പൊസിഷൻ റോൾ ഓവർ ആണ് ജൂണിലേക്ക് നടന്നിട്ടുള്ളത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അത്ര കാര്യമായിട്ടുള്ള ലോങ് പൊസിഷൻ റോൾ ഓവർ നടന്നിട്ടില്ല. നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ 3 മന്ത് ആവറേജിനേക്കാളൊക്കെ ഹയർ ലെവലിലാണ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ലോങ് പൊസിഷൻ റോൾ ഓവർ ജൂൺ മാസത്തിലേക്ക് നടന്നിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ജൂൺ മാസത്തിൽ ഒരു പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇപ്പോഴത്തെ F&O ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നല്ല 589 കോടി ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളും 339 കോടിക്കുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ടുണ്ട്. 2 കൂട്ടർ ഇപ്പോൾ ബയേഴ്സാണ് കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട്.
ഇനി നമ്മൾ മറ്റ് റിസൾട്ട് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചുള്ള സ്റ്റോക്കുകൾ ITD സിമെൻറ്റേഷൻ, അതുപോലെ തന്നെ കോൾട്ടൈ പാട്ടീൽ, അതുപോലെ തന്നെ ത്രിവേണി എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. സെയിലിൻ്റെ റിസൾട്ടും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടാണ്. ടേൺ ഓവറിൽ കാര്യമായിട്ടുള്ള ഡെൻറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ സെയിലിനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ ബിലോ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസ് വളരെ മോശം റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ സി എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡും ബിലോ എക്സ്പെക്റ്റേഷൻ. സിയുടെ ടോട്ടൽ റവന്യൂവിലൊന്നും വലിയ ഡിപ്പ് വന്നിട്ടില്ല, നെറ്റ് പ്രോഫിറ്റിലാണ്. അത് പലവിധ കാരണങ്ങളുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ബിലോ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. ഇനി ഇന്ന് റിസൾട്ടുകൾ വരാൻ പോകുന്ന M&M ആണ്, അതുപോലെ തന്നെ ഗ്രാസിം ഉണ്ട്, ONGC ഉണ്ട്. ഇതൊക്കെയാണ് മേജർ കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻഫോ എഡ്ജും ഉണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളും ഇന്ന് റിസൾട്ട് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ആ റിസൾട്ട് അനൗൺസ്മെൻറ്റ് അനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും നമ്മളൊരു ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള RK ഫോർജിങ്സും അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്കൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങി വെക്കുന്നത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.